പ്രൈഡ് മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രവർത്തകരെ എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിതമായ കർത്തവ്യം. സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോമ അമൃതം ഗമയ. സംസ്ഥാനങ്ങളിൽ പ്രവർത്തനാനുമതിയുള്ള എന്നാൽ കേരളത്തിൽ ഭൂരിഭാഗം ബ്രാഞ്ചുകളും പ്രവർത്തിക്കുന്ന കഴിഞ്ഞ 3 വർഷമായി തുടർച്ചയായി ലാഭത്തിലായിട്ടുള്ള കഴിഞ്ഞ വർഷം 4% ലാഭവിഹിതം മെമ്പർമാർക്ക് കൊടുത്തിട്ടുള്ള 1 ലക്ഷത്തിനടുത്ത് മെമ്പർമാർ വരുന്ന 43-ലധികം ബ്രാഞ്ചുകളുള്ള 10,000-നടുത്ത് ഫീൽഡ് അസോസിയേറ്റ്സ് ഉള്ള ഒരു മഹത്തായ പ്രസ്ഥാനമാണ് പ്രൈഡ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് നിങ്ങൾക്കറിയാം. പ്രൈഡിന്റെ സാരഥികളാണ്. നിങ്ങളോട് ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഈ പ്രസ്ഥാനം 2027 നേരത്തെ ഇവിടെ കാണിച്ചു. 2027 ഏകദേശം 2 വർഷക്കാലം കഴിയുമ്പോൾ ഇനിയും ലക്ഷക്കണക്കിന് മെമ്പർമാരുമായി ബഹുദൂരം മുന്നോട്ട് പോകാനുള്ള വിപ്ലവകരമായ ചരിത്രം കുറിക്കാൻ പോകുന്ന ഒരു സൊസൈറ്റിയാണ്. ആ സൊസൈറ്റിയുടെ പാർട്ടായിട്ട് നിങ്ങൾ നിലനിൽക്കുകയാണെങ്കിൽ ഒരു തർക്കവും വേണ്ട. ഒരു 3 വർഷം കഴിയുമ്പോൾ നിങ്ങളോട് ആരെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ, എവിടെയാണ് നിങ്ങൾ ജോലി ചെയ്യുന്നത് ചോദിച്ചാൽ, നിങ്ങൾക്ക് പറയാൻ സാധിക്കും ഇന്ത്യയിലെ ഏറ്റവും മഹത്തരമായ ഏറ്റവും മുന്നേറ്റം സൃഷ്ടിച്ച ഒരു ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സാരഥിയാണ് ഞാൻ നിങ്ങൾക്ക് പറയാൻ സാധിക്കും. അത്തരത്തിലുള്ള അവിസ്മരണീയമായ ഒരു യാത്രയുടെ തുടക്കത്തിലാണ് നമ്മളുള്ളത്. അത് വളരെ മനോഹരമായി ഭംഗിയായി പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഏകദേശം 82,500 മെമ്പേഴ്സ് ഉള്ള ഒരു സഹകരണ പ്രസ്ഥാനമാണ്. മാർച്ച് മാസത്തിൽ നമുക്കൊരു 7,500 മെമ്പേഴ്സ് വരും. എല്ലാവരും ഫോട്ടോ എടുത്തു, ചാടി കയറി ഫോട്ടോ എടുക്കുക. നല്ല സ്ക്രീൻ വരുന്നുണ്ട്, അടിതിലും ഭംഗിയുള്ളത്, അത് വരുമ്പോൾ നമുക്ക് എടുക്കാം. ഒരു 7,500 മെമ്പേഴ്സ് നമുക്ക് നിർബന്ധമായിട്ട് വരും. ഒരു 10,000 മെമ്പേഴ്സും കൂടെ ഉണ്ടെങ്കിൽ പ്രൈഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി നമ്മുടെ ഇപ്പോഴത്തെ സ്വപ്നമായിരിക്കുന്ന 1 ലക്ഷം മെമ്പർമാരിലേക്ക് എത്തും. നമുക്ക് പറ്റുമോ? ഇങ്ങനെ പറഞ്ഞാൽ പറ്റൂല, ഇങ്ങനെ പറഞ്ഞാലും പറ്റൂല. കുറച്ചുകൂടെ ഉറക്കി. ഇതാണോ പ്രൈഡിന്റെ ശക്തി? കുറച്ചു പേർക്ക് ചിലര് വരണം, പുതിയ ഏജന്റുമാർ വരണം, പുതിയ ഡെപ്പോസിറ്റ്സ് വരണം, പുതിയ എൻറോൾമെന്റ് നടക്കണം. നിങ്ങൾക്ക് പ്രൊമോഷൻ ക്രൈറ്റീരിയ എടുത്തുകൊണ്ടിരിക്കുക അല്ലേ? ഏപ്രിൽ മാസം കഴിയുമ്പോൾ പ്രൊമോഷൻ ക്രൈറ്റീരിയ, പ്രത്യേകിച്ച് SFA കാറ്റഗറിയിൽ നിങ്ങൾക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ ഡെപ്പോസിറ്റ് വോളിയം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. ഒരുപക്ഷെ നിങ്ങളുടെ ഫീൽഡിൽ എൻറോൾമെന്റ് ആയിട്ടുണ്ടാവില്ല. എൻറോൾമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം വീട്ടിലെ 3 പേരെ പ്രൊമോഷന് വേണ്ടി ചെയ്യുന്നതല്ല. പക്ഷെ ശരിക്കും നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറുള്ള ഏജന്റുമാർ വരണം. സൊസൈറ്റി വളരണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളത് ചെയ്യും. അടുത്തത് ആണ് നേടാനുള്ളത്. ഒന്ന്, നമ്മൾ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ, നമ്മൾ 1 ലക്ഷം മെമ്പർഷിപ്പ് കൊണ്ടുവരും എന്ന് കഴിഞ്ഞ AGM-ൽ തീരുമാനമെടുത്തു. അത് നമ്മൾ ഈ മാർച്ച് മാസം അവസാനിക്കുമ്പോൾ 1 ലക്ഷത്തിന് മുകളിൽ മെമ്പർമാർ വന്നിരിക്കണം. അതിന്റെ നമുക്കൊരു 10,000-15,000 മെമ്പർമാരുടെ വന്നാൽ മതി എന്ന് തോന്നി 1 ലക്ഷം കറക്കാൻ. പക്ഷെ 25,000 മെമ്പർഷിപ്പെങ്കിലും നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഓസ്മൻ സാർ നിങ്ങളോട് സംസാരിച്ച് പറഞ്ഞല്ലോ, ഒരാൾ ഓരോരുത്തരെ കൊണ്ടുവന്നാൽ മതിയെന്ന്. ഇവിടെ ഒരാൾക്ക് മിനിമം 5 പേരെങ്കിലും കൊണ്ടുവരാൻ കഴിവില്ലാത്ത ഒരാൾ പോലും ഇവിടില്ല. ഉണ്ടോ? അങ്ങനെയുള്ളവരെ അതിൽ ഒരടുക്കും ചിട്ടയും നമുക്ക് ആവശ്യമാണ്. ഈ ഒരു പ്രോഗ്രാം നമ്മൾ തീരുമാനിച്ചതിന് ശേഷം അന്ന് മുതലേ വയനാട് ജില്ലയുടെയും കോഴിക്കോട് ജില്ലയുടെയും എല്ലാ ഗ്രൂപ്പുകളിലും കറക്റ്റ് 10:30 മണിക്ക് നമുക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യണം. അതിനനുസരിച്ച് നമ്മൾക്കൊരു ഏറ്റവും പ്രത്യേകതയുള്ളൊരു ദിവസമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വളരെ നേരത്തെ തന്നെ എല്ലാവരും 21-ന് ശേഷം ഈ 2024-25 കാലഘട്ടം ആകുമ്പോഴത്തേനും നമ്മുടെ പ്രൈഡ് മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഒരു സാമ്പത്തിക മേഖലയിൽ പ്രവർത്തിക്കുന്നതിന് നിയമ സംരക്ഷണം എത്രമാത്രമാണ് അതിനെ വലയം ചെയ്തുകൊണ്ടിരിക്കുന്നത്, എത്രമാത്രം പ്രാവർത്തികമാക്കിക്കൊണ്ടാണ് നമ്മുടെ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. ഇതെല്ലാം കൃത്യമായിട്ട് സംസാരിക്കുന്ന സമയത്ത്
ഇവിടെ നിങ്ങൾ എത്തിച്ചേർന്നിട്ടില്ലെങ്കിൽ ഏത് പ്രോഗ്രാമിനാണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ്. രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നാലും അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് ജീവിക്കുന്നതിനെങ്കിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമായ ഒന്നാണ് നമ്മളുടെ അക്കൗണ്ട് ബാലൻസ് എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിജീവിക്കാൻ പറ്റും. ജീവിതത്തിന്റെ മുന്നിൽ ഇനി എങ്ങോട്ട്, ഈ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ഒരു കുട്ടീനെ വിളിച്ച സമയത്ത് പറഞ്ഞു, മാഡം ഇനി എനിക്ക് ഒരു സ്റ്റെപ്പ് വെക്കണമെങ്കിൽ എനിക്ക് അറിയില്ല ഞാൻ എങ്ങോട്ടാണ് ഒരു സ്റ്റെപ്പ് വെക്കേണ്ടത്. കാരണം എൻ്റെ ഒരു കൂട്ടാളി കൂടെയുള്ള സമയത്ത് ഞാൻ ഇതിനെക്കുറിച്ച് ഒന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. എപ്പോഴും എനിക്കൊരു തുണയായിരുന്നു. ഇപ്പൊ ഞാൻ ഒറ്റപ്പെട്ട സമയത്ത് ജീവിതം ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് എനിക്ക് യാതൊരു പിടുത്തമുള്ള ഒരു കാര്യം, ഇന്ത്യയിൽ തന്നെ നമ്പർ 1 ഒരു ക്രെഡിറ്റ് സൊസൈറ്റി ഏതാണെന്ന് ചോദിച്ചാൽ അത് പ്രൈഡ് ആണെന്ന് പറയാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കും. ഞാനിവിടെ ശൈലേഷ് സാർ ആദ്യം പറഞ്ഞു അല്ലേ, ഞാൻ എൻ്റെ സന്തത സഹചാരിയായിട്ട് ഞാൻ ഈ കരിയർ സിസ്റ്റത്തിലേക്ക് കടന്നു വന്ന സമയത്ത് ഒന്നുമില്ലായ്മയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന് പല കാര്യങ്ങളും എനിക്ക് എവിടെയൊക്കെ കയറാൻ പറ്റുന്നോ, എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നോ അതോടൊപ്പം എൻ്റെ കൂട്ടാളിയായി കൊണ്ടു നടന്ന പല വ്യക്തികളിൽ കുറഞ്ഞ ആളുകൾ ഇതൊക്കെ ഉപേക്ഷിച്ച് ഇവിടെ നിന്ന് പോയ ഒരു കഥ ഇവിടെ വയനാട് ജില്ലയിലും കോഴിക്കോട് ജില്ലയിലുള്ള കുറെ ആളുകൾക്ക് അറിയാം. അത് ഞാനിവിടെ പറയാനുണ്ടായ കാരണം ആണ് സൊസൈറ്റി പറഞ്ഞിട്ടുള്ളത്. ആർക്കെങ്കിലും അറിയോ എത്ര? 2 ലക്ഷം രൂപയുടെ റീറ്റെയിൽ ബിസിനസ്. ഏതൊക്കെ വർഷത്തെയാണ്? 2 ലക്ഷം രൂപയുടെ റീറ്റെയിൽ ബിസിനസ് 3, 5 and 6 years കൊണ്ടുവന്നാൽ നിങ്ങൾ പ്രൊമോഷൻ ആവും. ഇതുവരെ കൊണ്ടുവന്നതിന് 1 ലക്ഷം രൂപയുടെ ബിസിനസ് ആയ ആളുകളുണ്ടോ? 1 ലക്ഷം രൂപ പ്രൊമോഷൻ ആയ ആളുകളുണ്ടോ? യോഗ്യ. എന്നാലും ഇവിടെ അവസാനം പറഞ്ഞു നിർത്തിയ ആ ഒരു സ്റ്റാൻസിൽ നിന്ന് ഞാൻ തുടങ്ങുകയാണ്. ഇതൊരു ബിസിനസ്സാണ്. ഇതിൽ എത്ര പേര് ഇതിനെ ഒരു ബിസിനസ്സായി കണ്ടിട്ടുണ്ട്? ഒരാളാണ് കൈപ്പൊക്കിയത്, രണ്ടാമത്തെ ആൾ പകുതി വരെ കൈപ്പൊക്കിയത്. ഇതൊരു ബിസിനസ് ആണോ എന്ന് ഉറപ്പുള്ള കോഴിക്കോട്ടുകാരെന്ന് കൈയടിച്ചേ. ഇത് ബിസിനസ് ആണെന്ന് ഉറപ്പുള്ള കോഴിക്കോട്ടുകാരെന്ന് കൈയടിച്ചേ. ഇത് ബിസിനസ് ആണെന്ന് ഓർമ്മിക്കുന്ന വയനാട്ടുകാരെന്ന് കൈയടിച്ചേ. അപ്പൊ ഇവിടെ സൈലൻസ് സാർ ചോദിച്ച കൈപൊക്കിയപ്പോൾ കോഴിക്കോടുകാരാണ് കൂടുതൽ കൈപൊക്കിയത്, പക്ഷെ കൈയടിച്ചപ്പോൾ വയനാട്ടുകാരാണ് കൂടുതൽ കൈയടിച്ചത്. എന്താ സംസ്ഥാന സഹകരണ ബാങ്ക് അതിന്റെ കടം എഴുതി തള്ളാനുള്ള പ്രോസസ്സിലേക്ക് പോയിട്ടുണ്ട്. കടം ഇന്നല്ലെങ്കിൽ നാളെ നിർബന്ധമായും എഴുതി തള്ളേണ്ടതാണ്. തള്ളിയിരിക്കും, തള്ളാതെ പോകാൻ സമ്മതിക്കില്ല. പക്ഷേ ഒരു ക്രെഡിറ്റ് സൊസൈറ്റി അവർ 2 പേരും മരണപ്പെട്ടപ്പോൾ പ്രൈഡിനെ ഹൃദയത്തിൽ ചേർത്ത് നിർത്തി പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്നലെ വരെ അവർ ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തി മണ്ഡലങ്ങളിൽ അവർക്ക് മുന്നോട്ട് പ്രവർത്തിക്കാൻ ഇനിയും പ്രൈഡിന്റെ സഹായമോ സാന്നിധ്യമോ ആവശ്യമുണ്ടെങ്കിൽ ധൈര്യസമേതം പ്രൈഡിലെ മെമ്പർമാരുമായി ചേർന്ന് ഒരു ഏജൻസി എടുത്ത് പ്രവർത്തിക്കാനുള്ള അവസരം കൂടി അവർക്ക് നമുക്ക് കൊടുക്കാൻ കഴിയണം. സോഫിയയ്ക്ക് ശേഷം മനോജ് കുമാർ. ഷീജ. സരിത. മാടസ്വാമി. മനോജ് PT. കാരണം എൻ്റെ തൊണ്ട വണ്ണം വെച്ചിട്ട് എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയുന്നില്ല. നമുക്കിന്നിവിടെ ദുരിതാശ്വാസ മുണ്ടക്കൈ ദുരന്തത്തിൽ ഒരുപാട് വേദനകൾ അനുഭവിച്ച് അവർക്ക് വേണ്ടി ക്യാമ്പുകളും മറ്റുമൊക്കെ ഉണ്ടാക്കിയപ്പോൾ അതിലൊരു പങ്കാളി കൂടിയായിരുന്നു ഞാൻ. ക്യാമ്പുകൾ സന്ദർശിക്കാനും അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതിനും നമ്മളുടെ സൊസൈറ്റിയും